ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. സൈക്കോളജിയിൽ ലോസ് ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ലേണിംഗ്, ലേണിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കേട്ട് മനസ്സിലാക്കുക. അതിലധിക കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി വെക്കേണ്ട സംഗതികളാണ്. ഇനിയാണ് നമ്മൾ തിയറീസിലേക്ക് കടക്കുന്നത്. ലോസ് ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ്. ആദ്യമായി ലോസ് ഓഫ് ലേണിംഗ്. ലോസ് ഓഫ് ലേണിംഗ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പഠനം കൃത്യമായിട്ട് നടക്കാൻ, നമ്മുടെ പഠനം വളരെ എഫക്റ്റീവായിട്ട് നടക്കാനുള്ള കുറച്ച് നിയമങ്ങളാണ് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ന ആളുടെ ലോ അങ്ങനെയൊന്നും നമുക്ക് പറയാനില്ല. മറിച്ച് പഠനം കൂടുതൽ എഫക്റ്റീവായി നടക്കാൻ പല സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ പഠനം എഫക്റ്റീവ് ആക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് ഓർത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ തിയറീസിലേക്ക് കിടക്കും. അവിടെ ഓരോ തിയറീസും ആരാണ് മുന്നോട്ട് വെച്ചത്, എന്താണ് ആ തിയറീസിൻ്റെ പ്രത്യേകത എന്ന് എടുത്ത് പഠിക്കണം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോസ് ഓഫ് ലേണിംഗ്. Psychologists have identified several principles of learning that are applicable to the learning process. നമ്മുടെ പഠന പ്രക്രിയയിൽ ആവശ്യമായിട്ടുള്ള കുറേ തത്വങ്ങളെക്കുറിച്ച് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് എന്നാ പറയുക, ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. Then also referred to as laws of learning. They have been discovered, tested and using in practical situations. അവർ പറയുക മാത്രമല്ല, അവർ അത് കണ്ടെത്തി പരീക്ഷിച്ച് പ്രായോഗികമായ സാഹചര്യങ്ങളിൽ വെച്ച് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പ്രാക്ടിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ലോസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ദേ പ്രൊവൈഡ് അഡീഷണൽ ഇൻസൈറ്റ് ഇൻ വാട്ട് മേക്സ് പീപ്പിൾ ലേൺ മോസ്റ്റ് എഫക്റ്റീവ്ലി. ഒരു പഠിതാവ്, ഒരു ലേണർ എങ്ങനെ നന്നായിട്ട് പഠിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ അവിടെ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തുകയും പരീക്ഷണങ്ങൾ നടത്തിയതിൽ നിന്നും ഒരാൾക്ക് എങ്ങനെ നന്നായിട്ട് പഠനം സാധ്യമാകും എന്നതിനെക്കുറിച്ചും ആര് പറയുന്നുണ്ട്, സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. സോ അങ്ങനെ പറഞ്ഞതിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലോസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ലോ ഓഫ് റെഡിനെസ്. അപ്പോൾ ഓർക്കുക, ലോസ് എന്ന് പറഞ്ഞാൽ പഠനം ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രിൻസിപ്പിൾസ് ആണ്. പല സൈക്കോളജിസ്റ്റുകളായിട്ട് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ കൃത്യമായിട്ടും ഓരോന്നായും മനസ്സിലാക്കുക. ഇനി നമ്മുടെ പഠനത്തിൽ ഒരു എഫക്റ്റീവ്നെസ്, ഒരു ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, അത് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കും. സോ ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് റെഡിനെസ്. പഠിക്കാൻ തയ്യാറാവുക. പഠന സന്നദ്ധത എന്ന് പറയും. പഠിക്കാൻ തയ്യാറായ ഒരാൾക്ക് മാത്രമേ നന്നായിട്ട് കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ കഴിയുള്ളൂ. മനസ്സില്ലാ മനസ്സോടെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പഠനം നടക്കില്ല. സോ ലേണിംഗ് ടേക്സ് പ്ലേസ് ബെസ്റ്റ് വെൻ എ പേഴ്സൺ ഈസ് റെഡി ടു ലേൺ. ഒരു വ്യക്തി പഠിക്കാൻ തയ്യാറായാൽ മാത്രമാണ് പഠനം നന്നായിട്ട് നടക്കുക. സോ ഫോർ ദിസ് ടു ഹാപ്പൻ സം സോർട്ട് ഓഫ് പ്രിപ്പറേറ്ററി ആറ്റിറ്റ്യൂഡ് ഓർ മൈൻഡ് സെറ്റ് ഈസ് നെസസറി. എങ്ങനെ ഒരാൾക്ക് പഠനത്തിൽ തയ്യാറെടുപ്പ് നടത്താം എന്ന് ചോദിച്ചാൽ, പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ അയാൾ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം. ഒരു പ്രിപ്പറേറ്ററി ആറ്റിറ്റ്യൂഡ്. ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്നൊരു പ്രിപ്പറേഷൻ. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ക്ലാസ് കേട്ട് തീർക്കുക എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് പറയുന്നതെല്ലാം ബുദ്ധിമുട്ടായിട്ട് തോന്നും. നേരെ മറിച്ച് ഇനി ഇതാ ഒരു മണിക്കൂർ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലൂടെ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ മിസ്സാക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പഠനം എളുപ്പമായിരിക്കും. സോ അതാ പറയുന്നത്, നമുക്കെപ്പോഴും പഠിക്കുന്ന സമയത്ത് ഒരു നല്ല ഒരു മൈൻഡ് സെറ്റ് ആവശ്യമാണ്. ഞാൻ ഇനി ഭംഗിയായിട്ട് പഠിക്കാൻ പോവുകയാണ് എന്നൊരു ചിന്ത എപ്പോഴും ആവശ്യമാണ്. If the nervous pathway is ready for action, response quickly follows. അപ്പോൾ നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മുടെ നെർവസ് പാത്വേ, നമ്മൾ പറയും ഈ പഠനം നടക്കുമ്പോൾ അറിവ് ശേഖരിക്കുക എന്നത് മാത്രമല്ല, ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. നമ്മുടെ ന്യൂറോൺസ്, പുതിയ പുതിയ ന്യൂറോൺസിൻ്റെ കൂട്ടങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത്
നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോൾ ന്യൂറോൺസ് പുതിയ അറിവ് ശേഖരിക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി നിൽക്കുകയായിരിക്കും. അത് നമ്മുടെ പഠനത്തെ കൂടുതൽ എളുപ്പത്തിലാക്കും. So if it is exhausted and not quick for action, the response does not follow readily. ഇനി നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവസ് പാത്വേസ് ഒരു പഠനം നേടിയെടുക്കാൻ അല്ലെങ്കിൽ പഠനം അക്യൂർ ചെയ്യാൻ തയ്യാറല്ല, വളരെ ക്ഷീണിതമായി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ ജോലി ചെയ്ത് നിങ്ങളുടെ നെർവസ് സിസ്റ്റമൊക്കെ നെർവസ് പാത്വേ ഒക്കെ വളരെ എക്സ്ഹോസ്റ്റഡ് ആയിരിക്കും, ക്ഷീണിതമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ റെഡി ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കില്ല. അതാണ് പറയുന്നത്, നമ്മൾ തുടരെ പഠിക്കരുത്. ഒരു കാര്യം 2, 3, 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. നിങ്ങൾക്കൊരു ദിവസം 5, 6, 7, 8, 10, 12 മണിക്കൂറോ പഠിക്കാം. പക്ഷേ ഗ്യാപ്പ് എടുത്തിട്ട് വേണം പഠിക്കാൻ. ഒറ്റ സ്ട്രെച്ചിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകും. അപ്പോൾ അതിനിടയിൽ ബ്രേക്ക് എടുത്ത് നമ്മുടെ നെർവസ് പാത്വേ ഒക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് പഠിക്കാനുള്ള റെഡിനെസ് ഉണ്ടാക്കണം. ഈ ഒരു റെഡിനെസ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും, പക്ഷെ അങ്ങോട്ട് പേജുകൾ മറിക്കും തോറും ആ മനസ്സിലാക്കുന്നതിൻ്റെ സ്പീഡ് കുറയാനുള്ള കാരണം നമ്മുടെ നെർവസ് പാത്വേ പഠിക്കാനുള്ള ആ ഒരു റെഡിനെസ്സിൽ നിന്നും പിൻവാങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും റെഡിനെസ് ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. So learner's reaction depends upon the readiness of the sensory and motor neurons. നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിഷ്വൽ സെൻസും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഓഡിറ്ററി സെൻസും ആക്റ്റീവാണ്. ഈ 2 സെൻസിലൂടെയും നിങ്ങൾ നേടുന്ന കാര്യങ്ങൾ എവിടേക്ക് പോകുന്നു? നിങ്ങളുടെ ന്യൂറോൺസിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു സെൻസറി ഓർഗൻസും മോട്ടോർ ന്യൂറോൺസും അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും ആക്റ്റീവായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള പഠനം നടക്കുകയുള്ളൂ. സോ അതൊന്ന് ആക്റ്റീവായി നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്, ലോ ഓഫ് റെഡിനെസ്, പഠിക്കാൻ തയ്യാറാവുക. ദെൻ ലോ ഓഫ് എഫക്റ്റ്. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുന്നത് കൊണ്ട് നമ്മളിലൊരു എഫക്റ്റ് ഉണ്ടാവുക. ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനം ഉണ്ടാവുക, പഠിക്കുന്നത് നമ്മിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. So a successful reaction gives satisfaction to the individual and the same reaction tends to be repeated. നമുക്ക് പഠിച്ച കാര്യം നമുക്ക് എഫക്റ്റ് ചെയ്താൽ അഥവാ പഠിച്ച കാര്യം നമ്മൾ ഫലം ചെയ്താൽ മാത്രമാണ് വീണ്ടും പഠിക്കാൻ നമുക്ക് തോന്നുക, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചു, എക്സാമിന് നല്ല മാർക്ക് കിട്ടി, അപ്പോൾ അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കാൻ അവന് താല്പര്യം കൂടുതലുണ്ടാവും. ഇനിയൊരു കുട്ടി നന്നായിട്ട് മെനക്കെട്ടു, പക്ഷേ എക്സാമിന് അവൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നീട് അടുത്തത് പഠിക്കാൻ വേണ്ടി അവന് ഒരു ബുദ്ധിമുട്ട് തോന്നും, കാരണം അവന് എഫക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് പഠിച്ച സാധനത്തിൻ്റെ എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യും. എ സക്സസ്ഫുൾ റിയാക്ഷൻ ഗീവ്സ് സാറ്റിസ്ഫാക്ഷൻ ടു ദ ഇൻഡിവിജ്വൽ. വിജയകരമായിട്ടുള്ളൊരു പ്രതികരണം നമുക്ക് എപ്പോഴും തൃപ്തി നൽകും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നല്ല റാങ്കോട് കൂടി നിങ്ങൾ പാസ്സായി, അപ്പോൾ അടുത്ത ഒരു എക്സാം വരുമ്പോഴും നിങ്ങൾ നന്നായിട്ട് പഠിക്കും, കാരണം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ജോലികളിലേക്ക് നിങ്ങളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ തന്നെ സഹകാരിയുടെ സക്സസ് സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിരന്തരം എക്സാമുകൾക്ക് 1ഉം 2ഉം റാങ്കുകൾ വാങ്ങിക്കൂട്ടുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ലോ ഓഫ് എഫക്റ്റ് വർക്കാവുകയാണ്. ആദ്യത്തെ ഒരു എക്സാമിന് തന്നെ ഒരു 3-ാം റാങ്ക് കിട്ടുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, അടുത്ത എക്സാമിന് ഞാൻ എന്തായാലും 1ാമതെത്തും, അങ്ങനെ 1ാം റാങ്ക് വാങ്ങുന്നു. പിന്നെ എഴുതുന്നതിലെല്ലാം 1ാം റാങ്ക് ആയിരിക്കും. അപ്പോൾ അവിടെയെല്ലാം റിസൾട്ട് നമുക്ക് കിട്ടുന്നതനുസരിച്ച് വീണ്ടും പഠിക്കാനുള്ള കോൺഫിഡൻസ് കൂടുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും എത്തണ്ടേ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സോ ദ സെയിം റിയാക്ഷൻ ടെൻസ് ടു ബി റിപ്പീറ്റഡ്. അങ്ങനെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് റാങ്കുകൾ വാരിക്കൂട്ടാൻ വേണ്ടി കഴിയും. അപ്പോൾ ഏറ്റവും മികച്ച ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കയറാനും കഴിയും. Then an unsuccessful reaction annoys the individual and tends to inhibit. എത്ര ശ്രമിച്ചിട്ടും ഒരാൾക്ക് വിജയം കിട്ടുന്നില്ല എങ്കിൽ സാവധാനം അയാൾ ആ ഒരു ശ്രമം ഉപേക്ഷിക്കും, കാരണം അവന് ലോ ഓഫ് എഫക്റ്റ് കിട്ടിയിട്ടില്ല, പഠനം കൊണ്ടുള്ള റിസൾട്ട് അവന് കിട്ടിയിട്ടില്ല. സോ ദസ് പ്ലഷർ ആൻഡ് പെയിൻ ഹാവ് ദെയർ എഫക്ട്സ് ഓൺ ലേണിംഗ് റിയാക്ഷൻസ്. അതിനർത്ഥം പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുമ്പോൾ വിജയം, പെയിൻ അഥവാ പരാജയം. അപ്പോൾ പഠനത്തിൻ്റെ വിജയപരാജയങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പഠനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ലോ ഓഫ് എഫക്റ്റ്. സെറ്റ് അല്ലേ? ദെൻ മൂന്നാമത്തത് ലോ ഓഫ് എക്സസൈസ് ഓർ യൂസ്, അല്ലെങ്കിൽ പ്രാക്ടീസ് എന്നും പറയാം.
പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണത് സ്ട്രെങ്തൻ ആകുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേഴ്സിംഗ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും, സൈക്കോളജി നിങ്ങൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ അതേ സമയം തന്നെ മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മറക്കില്ല. കാരണം അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം, പരിശീലിക്കുന്ന കാര്യം, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. സോ നാറ്റീവ് റിയാക്ഷൻസ് ആർ സ്ട്രെങ്തൻഡ് ബൈ പ്രാക്ടീസ്. നമ്മുടെ പല പ്രതികരണങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ശക്തമായി വരുന്നു. ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ എത്ര പഠിച്ച കാര്യവും മറന്നു പോകും. സോ ദ യൂസ് ഓഫ് റെസ്പോൺസ് സ്ട്രെങ്തൻസ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് മോർ പ്രോംപ്റ്റ്, ഈസി ആൻഡ് സർട്ടൻ. നാം ഒരു കാര്യം, യൂസ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പഠിച്ചൊരു കാര്യം എന്നാണ് കേട്ടോ. യൂസ് ഓഫ് റെസ്പോൺസ്, ഇവിടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പഠനം. ആ ഒരു പഠനം ഇങ്ങനെ ശക്തമാകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ എളുപ്പത്തിൽ, വളരെ സ്ഥിരമായി, സർട്ടണായി, വളരെ മോർ പ്രോംപ്റ്റ് അഥവാ പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിൽ പഠിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പം നിരന്തരം ഉപയോഗിക്കുക, പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് പ്രാക്ടിക്കലി ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ച് അത് റിവൈസ് ചെയ്ത് സെറ്റാക്കുക. ഇപ്പോൾ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സിലബസ് A to Z കംപ്ലീറ്റ് ആക്കി എന്ന് കരുതി നിങ്ങൾക്ക് എക്സാമിന് വിജയിക്കാൻ കഴിയണമെന്നില്ല. റിവിഷൻ വളരെ പ്രധാനമാണ്. അഥവാ ലോ ഓഫ് എക്സസൈസ്, റിവിഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ലോ ഓഫ് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, റിവൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്നു. സെറ്റല്ലേ? ദെൻ നാലാമത്തത് ലോ ഓഫ് ഫ്രീക്വൻസി. നേരത്തെ പറഞ്ഞ ലോ ഓഫ് യൂസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ദ ലോ ഓഫ് ഫ്രീക്വൻസി ഈസ് കോറിലേറ്റഡ് ഓഫ് ലോ ഓഫ് യൂസ്. ലോ ഓഫ് യൂസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറി തന്നെയാണ് ലോ ഓഫ് ഫ്രീക്വൻസി. ഇവിടുത്തെ ഉദ്ദേശം, if one response strengthens the situation response connection, 2 responses will strengthen it further, 3 still further, and so on. ഇപ്പോൾ ഒരാളുടെ ഒരു റെസ്പോൺസ് അഥവാ പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റെസ്പോൺസ് കൊണ്ടുള്ള ഉദ്ദേശം കേട്ടോ. നമ്മുടെ ബിഹേവിയറൽ റെസ്പോൺസ് ആണ്, നമ്മുടെ പെരുമാറ്റം. അഥവാ നാം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഫ് വൺ റെസ്പോൺസ് സ്ട്രെങ്തൻസ് ദ സിറ്റുവേഷൻ റെസ്പോൺസ് കണക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു തവണ അത് പ്രവർത്തിക്കുന്ന സമയത്ത് ആ ഒരു റെസ്പോൺസ് ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്നു. ഇനി വീണ്ടും രണ്ടാമതും നാം അത് പ്രവർത്തിച്ചു, അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഒന്നുകൂടി ഉറയ്ക്കുന്നു. ദെൻ 3, മൂന്നാമതും ആ റെസ്പോൺസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഉറയ്ക്കുന്നു. അപ്പോൾ എത്ര ഫ്രീക്വൻ്റ് എന്ന് പറയുമ്പോൾ തുടരെ ഒരു റെസ്പോൺസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ പഠനം നന്നായിട്ട് ഉറയ്ക്കും. അപ്പോൾ റെസ്പോൺസ് കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പഠിച്ചതനുസരിച്ച് പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് പെരുമാറുന്നു. ഒരു തവണ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ പഠിച്ച കാര്യങ്ങളൊന്ന് ഉറയ്ക്കുന്നു. രണ്ടാമത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ശക്തമായിട്ട് ഉറയ്ക്കുന്നു. മൂന്നാമത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഉറയ്ക്കുന്നു. അങ്ങനെ എത്ര തവണ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ മനസ്സിൽ അത് ഉറച്ചുകൊണ്ടേ ഇരിക്കും. സെറ്റല്ലേ? സോ ദ മോർ ഫ്രീക്വൻലി എ കണക്ഷൻ ഈസ് എക്സസൈസ്, ദ സ്ട്രോങ്ങർ ദ കണക്റ്റഡ് ബിക്കംസ്. എത്ര പ്രാവശ്യം നാം ഒരു കാര്യം ആവർത്തിക്കുന്നുവോ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യം തങ്ങി നിൽക്കുന്നു. അപ്പോൾ നിരന്തരം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിച്ചത് മറക്കാതിരിക്കാൻ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് ലോ ഓഫ് ഡിസ്യൂസ്. ഉപയോഗിക്കാതിരിക്കുക അല്ലേ? നമ്മൾ ലോ ഓഫ് യൂസ് നേരത്തെ പറഞ്ഞു, ഇനി ലോ ഓഫ് ഡിസ്യൂസ്. എന്താണ് ലോ ഓഫ് ഡിസ്യൂസ്? എനി ലേണിംഗ് പ്രോസസ് വിച്ച് ഈസ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ സം ടൈം ഗ്രാജുവലി ഡീക്കേസ്. ഏതൊരു കാര്യവും നമ്മൾ നന്നായിട്ട് പഠിച്ചൊരു കാര്യം കുറച്ച് നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? മറന്നു പോകും അല്ലേ? ഈവൻ നമ്മളിപ്പോൾ നടക്കുന്നു, ഈ നടക്കുന്ന കാര്യങ്ങൾ ഒരു 1-2 മാസം നമുക്ക് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു, എന്തെങ്കിലും അപകടം വന്നു, നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പിന്നീട് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നാം നടക്കുന്ന അതേ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി നമുക്ക് നടക്കാൻ കഴിയില്ല. കാരണം പ്രാക്ടീസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആ ഒരു കഴിവ്, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്നല്ല, ക്രമേണ അത് ഡീക്കേ ചെയ്യും. അതൊരു നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. നിങ്ങൾ അത് കാണുന്നതാണ് അല്ലേ? ചില രോഗികൾ കുറച്ച് നാൾ ബെഡ് റിഡനായിട്ട് കിടന്നു, അവർക്ക്
രോഗശയ്യയിൽ കിടക്കേണ്ടി വന്നു. ഈ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നീട് സ്വന്തമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോഴാണ് നമ്മൾ അവർക്ക് തെറാപ്പിയും ഒക്കുപേഷണൽ തെറാപ്പിയൊക്കെ കൊടുക്കുന്നത്. ഇതുപോലെ നാം പഠിച്ചു വെച്ചൊരു കാര്യം, നിങ്ങൾ പഠിച്ചു വെക്കുന്ന ഒരു തിയറി ഉപയോഗിക്കാതിരുന്നു. നിങ്ങളിപ്പോൾ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഒരു 2 വർഷം നിങ്ങൾ വേറൊരു ജോലി ചെയ്തു, നിങ്ങൾക്ക് വേറൊരു ജോലി കിട്ടി, നിങ്ങൾ വേറൊരു ജോലി ചെയ്തു. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് നേഴ്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പതിയെ മറക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറക്കും. സോ യൂസ് സ്ട്രെങ്തൻസ് എ സിറ്റുവേഷൻ റെസ്പോൺസ് കണക്ഷൻ. അപ്പോൾ നമ്മൾ ലോ ഓഫ് ഡിസ്യൂസിൽ പറയുന്നത് ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഉപയോഗിക്കണം എന്നാണ്, ഉപയോഗിക്കാതിരിക്കരുത് എന്നല്ല കേട്ടോ. സോ യൂസ് സ്ട്രെങ്തൻസ് എ സിറ്റുവേഷൻ റെസ്പോൺസ് കണക്ഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക, അതാണ് സിറ്റുവേഷൻ റെസ്പോൺസ്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള ആ ഒരു കണക്ഷൻ നമ്മുടെ ഉപയോഗം ആവർത്തിക്കുന്നതിനനുസരിച്ച് സ്ട്രെങ്തേൺ ആവുകയാണ് ചെയ്യുന്നത്. ഡിസ്യൂസ് വീക്കൻസ് ദ കണക്ഷൻ. നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ ആ ഒരു കണക്ഷൻ, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള ആ ഒരു കണക്ഷൻ ദുർബലമായി പോകും. സോ മെറ്റീരിയൽ വിത്തൗട്ട് എനി മീനിങ് ലൈക്ക് ഇർറിലവൻറ്റ് സിലബിൾസ് ഈസ് ക്വിക്ക്ലി ഫോർഗട്ടൻ. അതേപോലെ നമ്മുടെ സിലബസിൽ പ്രധാനമല്ലാത്ത അഥവാ നമുക്കതുകൊണ്ട് പ്രാക്ടിക്കലി ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മറക്കും അല്ലെ. മെറ്റീരിയൽ വിത്തൗട്ട് എനി മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മറന്നു പോകും. ഇപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. കാരണം നിങ്ങളെ സംബന്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതേപോലെയാണ് ഹ്യൂമാനിറ്റീസ് അവർ ലോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർട്സ് സബ്ജക്റ്റിലോ ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം അവർക്ക് സയൻസോ മാത്സോ അത്ര പെട്ടെന്ന് വഴങ്ങില്ല. കാരണം അവർ അത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അത് ദുർബലമായി പോകുന്നുണ്ട്. സോ മെറ്റീരിയൽ വിത്ത് മീനിങ് ആസ് ഇൻ പോയട്രി ഈസ് നോട്ട് സോ ക്വിക്ക്ലി ഫോർഗട്ടൺ. അപ്പോൾ മീനിങ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. എന്നാൽ മീനിങ് ഉള്ള അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോയട്രി നല്ല മീനിങ് ആയിട്ടുള്ള പോയട്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് പെട്ടെന്ന് മറക്കില്ല അല്ലേ. നമ്മൾ കാക്കേ കൂടെ ഇവിടെ, അതൊരു കവിതയാണ് അല്ലേ, അതൊരു കവിതയല്ലേ, ആരെങ്കിലും മറക്കുന്നുണ്ടോ? അത് മറക്കുന്നില്ല. അപ്പോൾ മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറക്കും. എന്നാൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കില്ല. അതൊരു പൊതുതത്വമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ മറന്നുപോകും. ഇത് മെമ്മറി തിയറി പറയുന്ന സമയത്ത് ലേണിംഗ് പറഞ്ഞതിന് ശേഷം നമ്മൾ മെമ്മറിയെക്കുറിച്ച് പറയും, ഓർമ്മയെക്കുറിച്ച് പറയും. അവിടെയും പറയും മറന്നു പോകാനുള്ളൊരു പ്രധാന കാരണമാണ് ഡിസ്യൂസ്. ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ എത്ര കണ്ട് പഠിച്ച കാര്യമാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നാൽ അത് മറന്നു പോകും. ഓക്കെ അല്ലേ? അപ്പോൾ പഠിച്ചതെല്ലാം നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. ദെൻ ലോ ഓഫ് റീസൻസി എന്ന് പറഞ്ഞാൽ റീസെന്റ് എന്നില്ല, റീസെന്റിന്റെ ഒരു അഡ്ജക്റ്റീവ് ഫോം ഒക്കെയാണ് റീസൻസി എന്ന് പറയുന്നത്. റീസെന്റ് എന്ന് പറയുമ്പോൾ അടുത്ത് നടന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ റീസെന്റ് എന്ന് പറയുക അല്ലെ. റീസൻസ്. സോ ദ ലോ ഓഫ് റീസൻസി ഈസ് കോൾ റിലേറ്റഡ് ടു ലോ ഓഫ് ഡിസ്യൂസ്. ലോ ഓഫ് ഡിസ്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോ ഓഫ് ഡിസ്യൂസ്. ലോ ഓഫ് യൂസിൽ പറഞ്ഞത് നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഓർമ്മയിൽ തങ്ങും. ലോ ഓഫ് ഡിസ്യൂസിൽ അതിൻ്റെ മറുവശം പറഞ്ഞതാണ് അല്ലേ, അതിൻ്റെ ഒരു മറുവശം പറഞ്ഞതാണ് ഉപയോഗിക്കാതിരുന്നാൽ മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാതിരിക്കരുത്, ഉപയോഗിക്കണം. അതേപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പഠിക്കേണ്ടത്. മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഇനി ലോ ഓഫ് ഫ്രീക്വൻസി പറഞ്ഞല്ലോ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് ലോ ഓഫ് റീസൻസി. ഫ്രീക്വൻസിയിൽ പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം അത് ഫ്രീക്വൻ്റ് ആയിട്ട്, ഫ്രീക്വൻ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടെ ചെയ്യുക എന്നാണോ, ആവർത്തിച്ച് ചെയ്യുക. എത്രത്തോളം ആവർത്തിച്ച് ചെയ്യുന്നോ അത്രത്തോളം നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. ഇനി റീസൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും തൊട്ട് മുന്നേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കും അല്ലേ. നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയ കാര്യം എക്സാമിന് വന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ നിരന്തരം പറയുന്ന സാധനമാണ്, ഞാൻ രാവിലെ എടുത്ത് നോക്കിയതേ ഉള്ളൂ, ഇന്നലെ രാത്രി എടുത്ത് നോക്കിയതേ ഉള്ളൂ, അത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത കാര്യം, ദ മോർ റീസെൻ്റ് ദ പ്രാക്ടീസ് എക്സസൈസ് ദ സ്ട്രോങ്ങർ ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ സിറ്റുവേഷൻ ആൻഡ് ദ റെസ്പോൺസ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് തൊട്ട് മുന്നേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു കേട്ടോ. സിറ്റുവേഷൻ ആൻഡ് ദ റെസ്പോൺസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് നമുക്കത് പെരുമാറാനുള്ള കണക്ഷൻ
സ്ട്രോങ്ങർ ആകുന്നു. സാഹചര്യം അനുസരിച്ച് പെരുമാറാനുള്ള, അഥവാ നമുക്ക് ആ ഒരു അറിവ് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നമുക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നു. സാഹചര്യം അനുസരിച്ച് പെരുമാറാനുള്ള ആ ഒരു കണക്ഷൻ വർദ്ധിക്കുന്നു. സെറ്റല്ലേ? ഇപ്പം എക്സാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്, പഠിച്ചതെല്ലാം ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരു റെസ്പോൺസാണ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു കണക്ഷൻ സ്ട്രെങ്തൺ ആക്കണമെങ്കിൽ ആ എക്സാം അടുക്കുന്ന സമയത്ത് പരമാവധി റിവൈസ് ചെയ്യുക. അതൊരു നല്ലൊരു പോയിന്റാണ്. നമ്മൾ പഠിച്ചു വെച്ചു, എന്നിട്ട് എക്സാമിൻ്റെ ഒരു മാസം ആയപ്പോൾ നമ്മളൊരു നീണ്ട ബ്രേക്ക് എടുത്തു, പഠിച്ചെല്ലാം വെറുതെ ആയിപ്പോവും. എക്സാം അടുക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി പിന്നീട് റിപ്പീറ്റേഷൻ്റെ തോത് വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കി 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 നന്നായിട്ട് മനസ്സിൽ സ്ട്രോങ് ആക്കുക. ഓക്കെ അല്ലേ? സോ ദ കണക്ഷൻ ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് ദ റെസ്പോൺസ് ഈസ് വീക്കൺ ഗ്രാജുവലി ത്രൂ ഡിസ്യൂസ്. നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കാതിരുന്നാൽ നാം പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, അത് ബലഹീനമായി പോകുന്നു. ഓക്കെ അല്ലേ? ദെൻ ഏഴാമത്തെ ലോ ആണ് ലോ ഓഫ് പ്രൈമസി. ലോ ഓഫ് പ്രൈവസി അല്ല, പ്രൈമസി. പ്രൈമസി എന്ന് പറഞ്ഞാൽ പ്രൈമറി, ആദ്യത്തേത് എന്നർത്ഥം, അല്ലെങ്കിൽ പുതുമയുള്ളത്. The first experiences and acts are novel and apt to attract attention. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ ആദ്യ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആക്ട്സ്, ആദ്യത്തെ പ്രവർത്തനങ്ങളെല്ലാം പുതുമയുള്ളതാണ്. അത് പെട്ടെന്ന് നമ്മുടെ അറ്റൻഷനെ സീക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യമായി നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എടുത്ത് പഠിച്ച കാര്യങ്ങൾ, അത് കൂടുതൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതാണ്. സോ ദേ ആർ റെഡിലി ഇംപ്രസ്ഡ് ഇൻ ദ മൈൻഡ്. നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് പല ക്ലാസ്സിലും ആദ്യം പഠിച്ച കാര്യങ്ങൾ ഓർത്ത് നിൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള കാര്യം അതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ. സോ ദ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, ദ ഫസ്റ്റ് ആക്ട് ഇൻ ദ ലേണിംഗ് ടു സോൾവ് എ പസിൽ ആർ ഈസിലി ഇംപ്രസ്ഡ്. നിങ്ങളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ നിങ്ങളൊരു പസിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്ത പ്രവൃത്തി, ഇതെല്ലാം പെട്ടെന്ന് ഒരു ആകർഷണം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് എക്സ്പീരിയൻസ് എപ്പോഴും ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുക എന്നർത്ഥം അല്ലേ? നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സെറ്റല്ലേ? ഇതിനടുത്തത് എട്ടാമത്തത് ലോ ഓഫ് പേർപ്പസ്. പഠിക്കുമ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ലേ? വിത്ത് എ ക്ലിയർ ഓർ ഡെഫിനിറ്റ് ഗോൾ. നമുക്ക് പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം മനസ്സിലുണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഓർത്തിരിക്കും. ഒരു ഉദ്ദേശവും ഇല്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കുമ്പോൾ നമ്മളത് ഓർക്കില്ല. നമ്മൾ ഡിഗ്രിയൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് പോയി പഠിക്കുന്നതാണ്. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. എന്നാൽ സ്കൂളിൽ നമ്മൾ നിർബന്ധിതരായി പോവുകയാണ് അല്ലേ? സ്കൂളിൽ നമ്മൾ പോയേ പറ്റൂ, അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്നതാണ്. അപ്പോൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം പലപ്പോഴും നമ്മൾ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യുന്നത് അതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് പഠിച്ചാൽ നന്നായിട്ട് ഓർത്തിരിക്കും. ഇനി നിങ്ങൾ ഡിഗ്രിക്കും പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ PSC പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം PSC പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ മുന്നിൽ ജോലി കിട്ടണം എന്നൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് PSCക്ക് പഠിക്കുമ്പോൾ, അപ്പോൾ പല ആളുകളും പറയും കോളേജിൽ പഠിച്ചപ്പോൾ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. കാരണം നമുക്കൊരു ലക്ഷ്യമില്ലായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അന്നേ നമുക്ക് ലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിൽ അന്നേ നന്നായിട്ട് നമ്മൾ പഠിച്ചിരുന്നേനെ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു പേർപ്പസ്, നമ്മുടെ മുന്നിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട് എങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കും. ദെൻ ലോ ഓഫ് അസോസിയേഷൻ, കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിക്കുക. It is on the basis of association of ideas that we can explain how one idea gives way to the other and so on. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓർമ്മയിൽ വരുന്നു അല്ലേ? അപ്പോൾ പരസ്പര ബന്ധമുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പഠിക്കുക. സോ വെൻ വി റിക്കോൾ എ നെയിം വി യൂഷ്വലി റിമെമ്പർ അതർ ഒബ്ജക്ട്സ് അസോസിയേറ്റഡ് വിത്ത്. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഒരു പേര് കേൾക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ന്യൂട്ടൺ എന്ന പേരുള്ള ഒരാൾ വരുന്നു, ഒരു പേഷ്യൻ്റ് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരും? ഐസക് ന്യൂട്ടനെയും ന്യൂട്ടൻ്റെ ലോസൊക്കെ ഓർമ്മ വരും. സോ ഇത് ലോ ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ ഒരു കാര്യം, ഒരു ആശയം മറ്റൊരു ആശയവുമായിട്ട്
ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് അസോസിയേഷൻ നൽകാൻ കഴിയുന്ന, ബന്ധപ്പെടുത്തി പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ അങ്ങനെ ഒരു അസോസിയേഷൻ കൊടുത്തുകൊണ്ട് പഠിക്കുക. സെറ്റല്ലേ? ഉദാഹരണമാണ്, വെൻ സംബഡി റെഫേഴ്സ് ടു ദ താജ്മഹൽ, we recall it as being made of marble as these ideas are closely associated with one another. ആരെങ്കിലും താജ്മഹൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് താജ്മഹൽ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ താജ്മഹൽ, മാർബിൾ അത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. നമ്മൾ കേട്ട് ഇങ്ങനെ പഴകിയ ഒരു സാധനമാണ്. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് നല്ല വൈറ്റ് മാർബിൾ കൊണ്ടാണ്. അപ്പോൾ താജ്മഹൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വൈറ്റ് മാർബിൾ വരും, യമുന തീരം വരും, ഷാജഹാൻ വരും, മുംതാസ് വരും, അല്ലെ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ഇത് നമ്മൾ പോലും അറിയാതെ വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ട ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരും. നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി കഴിയും. സെറ്റല്ലേ? സോ ലോസ് വിച്ച് ഗവേൺ ദ അസോസിയേഷൻ ഓഫ് ഐഡിയാസ് ആർ. അപ്പോൾ നമുക്ക് എങ്ങനെ ആശയങ്ങളെ ബന്ധപ്പെടുത്താം എന്ന് ചോദിച്ചാൽ, ദ ലോ ഓഫ് സിമിലാരിറ്റി, സാമ്യമുള്ള കാര്യങ്ങളെ നമുക്ക് പരസ്പരം ബന്ധപ്പെടുത്താം, അല്ലെ? ഒരേ റൂൾസ് ഉള്ള കാര്യങ്ങൾ, ഒരേപോലെ ഇരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ബന്ധപ്പെടുത്താം. അപ്പോൾ നേരത്തെ പറഞ്ഞ പേര് പോലെ ഒരേ പേരുള്ള സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരേ തിയറീസിനെ, അതേപോലെ ലോ ഓഫ് കോൺട്രാസ്റ്റ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും ബന്ധപ്പെടുത്താം, അല്ലെ? ഇവിടെ നമ്മൾ പറയും ഒരേപോലുള്ള കാര്യങ്ങളെ നമുക്ക് ബന്ധപ്പെടുത്താം. അപ്പോൾ ചില അസുഖങ്ങളുടെ ലക്ഷണമെല്ലാം സെയിം ആയിട്ട് വരുന്നുവെങ്കിൽ ഈ അസുഖവും ഏകദേശം സെയിം ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബന്ധപ്പെടുത്തി പഠിക്കാം. ഇനി നേരെ ഓപ്പോസിറ്റ്, അല്ലേ? നമ്മൾ ഈ പറഞ്ഞല്ലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഇതെല്ലാം പോസിറ്റീവാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നെഗറ്റീവിൽ വരുന്നത്. നമ്മൾ ആറ്റിറ്റ്യൂഡ് പഠിച്ചപ്പോൾ പറഞ്ഞു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പരസ്പരം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ബന്ധപ്പെടുത്താം, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കാം. മനസ്സിലായി? അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ബന്ധപ്പെടുത്താം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പരസ്പരം സിമിലാരിറ്റി ഉള്ള കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിക്കാം, എന്നാൽ നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് ബന്ധപ്പെടുത്താം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്. ഇതേപോലെ ഈ അസുഖവും ഏകദേശം ഒരേപോലെയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവും. ഈ അസുഖത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ, അല്ലേ? ഇവിടെ കാഴ്ചയാണെങ്കിൽ അവിടെ നേരെ മറിച്ച് കേൾവിയാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? സോ ലോസ് ഓഫ് ലേണിംഗ് അഥവാ പഠനത്തെ സഹായിക്കുന്ന തത്വങ്ങൾ, 9 തത്വങ്ങൾ നമ്മൾ ഇവിടെ എണ്ണി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ക്രമത്തിൽ പഠിക്കേണ്ട, ഞാൻ പറയുന്നു ചില സ്ഥലങ്ങളിൽ ഞാൻ പറയാറുണ്ട് ക്രമത്തിൽ പഠിക്കേണ്ട, ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ തിയറീസിലേക്ക് കടക്കാൻ പോവുകയാണ്. തിയറീസ് ഓഫ് ലേണിംഗ്, പഠന സിദ്ധാന്തങ്ങൾ. ഇനി നമ്മൾ ഓരോ ക്ലാസ്സിൽ 1-2 തിയറീസ് വീതം ഇങ്ങനെ പഠിച്ചു പോകും കേട്ടോ. ലേണിംഗ് തിയറീസ് നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. കൂടുതൽ ചോദ്യം ലേണിങ്ങിൽ നിന്ന് വരുന്നത് തിയറീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതുവരെ പഠിച്ചതെല്ലാം നമുക്ക് വേണം, അതൊക്കെ ഇതിൻ്റെ ബേസാണ്, അതും ചോദിച്ചുകൂടായികയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളത് എല്ലാ പരീക്ഷകളിലും, നഴ്സിംഗിൽ മാത്രമല്ല എല്ലാ പരീക്ഷകളിലും ഏറ്റവും കൂടുതൽ ചോദ്യം വന്നു കണ്ടിട്ടുള്ളത് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ട്രയൽ ആൻഡ് എറർ തിയറിയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഡ്യൂറിങ് ദ ഏർലി പാർട്ട് ഓഫ് ദ 20th century, a number of psychologists became increasingly interested in turning psychology into a more scientific endeavor. 20ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ സൈക്കോളജി കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടുവരാൻ ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചു. So to be more scientific, they argued that psychology needed to study only those things that could be measured and quantified. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ സൈക്കോളജി കൊണ്ടുവരണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് നമുക്ക് ശാസ്ത്രീയമായി അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന, ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ പഠിക്കണം എന്നവർ നിർബന്ധം കാണിച്ചു, അല്ലേ? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയാത്ത, മെഷർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നാണ് അർത്ഥം, അല്ലെ? ശാസ്ത്രീയ അടിത്തറ ഉണ്ട് എങ്കിൽ നമുക്കതിനെ മെഷർ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം, അങ്ങനെ നമ്മളുടെ പഠനം സൈക്കോളജി കൂടുതൽ ശാസ്ത്രീയമാക്കണം എന്ന് അവർ നിർബന്ധ ബുദ്ധി കാണിച്ചു. എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലേണിംഗ് തിയറീസ് എമേർജ്ഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ പീപ്പിൾ ബിഹേവ് ദ വേ ദേ ഡു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ആളുകൾ എങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ലേണിംഗ് തിയറീസ് വന്നു. സോ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലേണിംഗ് തിയറീസ് emerged to explain how and why people behave the way they do. ആളുകൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നത് വിശദീകരിക്കാൻ ഒരുപാട് തിയറീസ്. അപ്പോൾ ആളുകൾ പെരുമാറുന്നത് അവർക്ക് കിട്ടുന്ന നോളജ് അനുസരിച്ചാണ്. അപ്പോൾ അവർ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് കൂടി ആ തിയറീസിൽ വരും. സോ ദ ലേണിംഗ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ആർ സെൻറ്റേർഡ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയൺമെന്റ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. അപ്പോൾ നമ്മുടെ പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. സോ ദ ലേണിംഗ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ആർ സെൻറ്റേർഡ് ഓൺ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയൺമെന്റ് ഓൺ ദ ലേണിംഗ് പ്രോസസ്. നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഏത് പരിസരത്താണ് നടക്കുന്നത് അത് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പം നമ്മുടെ പഠനം ഏത് പരിസരത്താണ്, പഠനം നടക്കുന്ന പരിസരം നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവൻ ആ സ്കൂളിൽ പോകുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നു, ഈ സ്കൂളിൽ വരുമ്പോൾ മോശമാണ്, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കും, വീട്ടിലിരുന്ന് പഠിക്കില്ല എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയ അടിത്തറയുള്ളൊരു സാധനമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ചുറ്റുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എവിടെ ഇരുന്ന് നന്നായിട്ട് പഠിക്കാൻ കഴിയുമെന്നത് മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ ഏതെങ്കിലും ഒരു റൂമിലിരുന്ന് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ കഴിയും. അതിൻ്റെ കാരണം അവിടുത്തെ പരിസരമാണ്. ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ ഉറക്കമോ ഒന്നും പെട്ടെന്ന് കടന്നുകൂടാത്തൊരു സ്ഥലമാണെങ്കിൽ പഠിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ചുറ്റുപാടിലാണോ ഉള്ളത് അത് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. സോ സച്ച് എൻവയറമെന്റൽ ഇൻഫ്ലുവൻസസ് ഇൻക്ലൂഡ് അസോസിയേഷൻസ്, റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്സ്, ഒബ്സർവേഷൻ. അപ്പോൾ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന പരിസരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസോസിയേഷൻ, നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതേപോലെ റീഇൻഫോഴ്സ്മെന്റ്, നമ്മുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളുള്ള ഒരു ചുറ്റുപാട്. അതേപോലെ പണിഷ്മെന്റ്, പഠിച്ചില്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്ന ഒരു ചുറ്റുപാട്. ദെൻ ഒബ്സർവേഷൻ, നിരീക്ഷണത്തിന് സാധ്യതയുള്ള ചുറ്റുപാട്. ഇതെല്ലാം നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നത് അസോസിയേഷൻ, റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ഒബ്സർവേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇവയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ തിയറീസ് നമ്മൾ പറയും. സെറ്റ് അല്ലേ? സോ സം ഓഫ് ദ പ്രൈമറി തിയറീസ് ഇൻക്ലൂഡ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ലേണിംഗ് തിയറീസ്, നമ്മൾ പ്രൈമറി ലേണിംഗ് തിയറീസ് മാത്രമേ പഠിക്കുകയുള്ളൂ. ഒന്ന്, ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ്, ലേണിംഗ് ബൈ കണ്ടീഷനിങ്, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്, തിയറി ഓഫ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഒബ്സർവേഷണൽ ലേണിംഗ്. ഇത്രയും തിയറീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്ര തിയറീസ് ഉണ്ട്? 1, 2, 3, 4, 5 ലേണിംഗ് തിയറീസ് നമ്മൾ പഠിക്കും. അതിലാദ്യമായിട്ട് ട്രയൽ ആൻഡ് എറർ തിയറി. കേട്ടോ, ട്രയൽ ആൻഡ് എറർ തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു തിയറിയാണ്. മലയാളത്തിൽ ഇതിന് നമ്മൾ എന്ത് പറയും? ട്രയൽ, ശ്രമം. എറർ എന്ന് പറഞ്ഞാൽ പരാജയം. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. ശ്രമം അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പഠനം നടക്കില്ല. വീണ്ടും ട്രൈ ചെയ്ത് വിജയത്തിലേക്ക് എത്തുന്നത് വരെ ട്രൈ ചെയ്യുക. നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് വീണ് പോകുന്നുണ്ട്. വീഴും എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്ന ശ്രമം ഉപേക്ഷിച്ചെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രയൽ ആൻഡ് എറർ തിയറിക്ക് നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും ശ്രമിച്ച് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നു. ഇത് തന്നെയാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ദിസ് തിയറി വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ എഡ്വേർഡ് ലീ തോണ്ടൈക്ക്, അഥവാ E.L. തോണ്ടൈക്ക് ആണ് ഈ ഒരു തിയറി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? തോണ്ടൈക്കിൻ്റെ തുടക്കത്തിൽ ടി അല്ലേ, ട്രയൽ എന്നതിൻ്റെ തുടക്കത്തിലും ടി അല്ലേ. അപ്പോൾ തോണ്ടൈക്കിൻ്റെതാണ് ട്രയൽ ആൻഡ് എറർ തിയറി അല്ലേ, ടി. അതേപോലെ തോണ്ടൈക്കിൻ്റെ ഇനീഷ്യൽ ആണ്, E.L. തോണ്ടൈക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ എറർ. അപ്പോൾ E.L. തോണ്ടൈക്ക് എന്ന് നിൽക്കുമ്പോൾ T ഫോർ ട്രയൽ, E ഫോർ എറർ. ട്രയൽ ആൻഡ് എറർ തിയറി തോണ്ടൈക്ക് മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഓരോ തിയറീസ് നമ്മൾ പറഞ്ഞു പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഓരോ തിയറീസും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തിയറിയുടെയും പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അക്കോർഡിംഗ് ടു തോണ്ടൈക്ക്, ലേണിംഗ് കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ബോണ്ട്സ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. പഠനം എന്ന് പറയുന്നത് സ്റ്റിമുലിയും റെസ്പോൺസും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്.
അപ്പോൾ തൊണ്ടേക്ക് പറയുന്നത് പഠനം എന്ന് പറയുന്നത് സ്റ്റിമുലി. സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രേരകമാണ് സ്റ്റിമുലി. ഒരു കാര്യം, ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന പ്രേരകമാണ് സ്റ്റിമുലി എന്ന് പറയുന്നത്. റെസ്പോൺസ്, നാം നൽകുന്ന പ്രതികരണമാണ് റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു റെസ്പോൺസ്, ഈ ഒരു പ്രതികരണം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു പ്രേരകമാണ് സ്റ്റിമുലി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ കാരണം ആരാണ്? ബെല്ലാണ്. ബെല്ല് വെറും ബെല്ലല്ല, ബെല്ലിൻ്റെ ആ ഒരു ശബ്ദമാണ്. അപ്പോൾ ബെല്ലിൻ്റെ ശബ്ദമാണ് സ്റ്റിമുലി. നമ്മുടെ പ്രതികരണമാണ് ക്ലാസ്സിലേക്ക് കയറുക. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള പ്രേരകമാണ് സ്റ്റിമുലി എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ബെല്ലടിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കയറുന്നു. അപ്പോൾ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റിമുലി. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അവിടുത്തെ റെസ്പോൺസ്. അപ്പോൾ ക്ലാസ്സിൽ കയറാൻ ബെല്ലടിക്കണം, അല്ലെങ്കിൽ ബെല്ലടിച്ച ഉടനെ ക്ലാസ്സിൽ കയറണം എന്ന ഈ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളെ, നിങ്ങൾ ബെല്ലടിച്ചാൽ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ കയറണം. ക്ലാസ്സിൽ കയറിയില്ല എങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്ന് നിരന്തരം പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ പറയുന്നത് കൊണ്ടാണ് കുട്ടി ബെല്ലടിച്ച ഉടനെ ക്ലാസ്സിൽ കയറുന്നത്. ബെല്ലടിച്ചാൽ ക്ലാസ്സിൽ കയറണം എന്ന് ഒരു നിർബന്ധ ബുദ്ധി വരുന്നത് ഇത്തരം ഒരു ബോണ്ടിങ് നടക്കുന്നത് കൊണ്ടാണ്. ഇനി നേരെ മറിച്ച് ബെല്ലടിച്ച് ക്ലാസ് കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് എങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യില്ല? എത്ര തവണ ബെല്ലടിച്ചാലും ക്ലാസ്സിൽ കയറില്ല, അഥവാ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റിമുലി റെസ്പോൺസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് പഠനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട്, ഒരു ബന്ധം അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊണ്ടേക്കിൻ്റെ തിയറി ബോണ്ടിങ് തിയറി, കണക്ഷൻ തിയറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ട്രയൽ ആൻഡ് എറർ തിയറിനെ തന്നെ തിയറി ഓഫ് ബോണ്ട് അല്ലെങ്കിൽ ബോണ്ടിങ് തിയറി, കണക്ഷൻ തിയറി, തിയറി ഓഫ് കണക്ഷൻ എന്നും ഇതിന് പേരുണ്ട്. സോ ദീസ് ബോണ്ട്സ് ആർ മെയ്ഡ് ഇൻ ദ നെർവസ് സിസ്റ്റം. നമ്മളിത് ഫിസിക്കലി ഉണ്ടാക്കുന്ന സമയത്ത് നെർവസ് സിസ്റ്റത്തിലും ഈ ഒരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. So according to Thorndike, learning is nothing but the stamping in of the correct responses and stamping out of the incorrect responses through and trial and error. Then അദ്ദേഹം ട്രയൽ ആൻഡ് എറർ തിയറിയിലേക്ക് വരികയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറഞ്ഞാൽ ഏതാണ് കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് എന്ന് സ്ഥാപിക്കുക, അതേപോലെ ശരിയല്ലാത്ത റെസ്പോൺസിനെ സ്റ്റാമ്പിങ് ഔട്ട്, നീക്കം ചെയ്യുക. ഇതാണ് ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തത്തിലൂടെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ നമുക്ക് പരാജയപ്പെട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രീതി ശരിയല്ല. അപ്പോൾ നമ്മൾ ശരിയല്ലാത്ത റെസ്പോൺസിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു, വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ വീണ്ടും തെറ്റുന്നു. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റാമ്പ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് കറക്റ്റ് റെസ്പോൺസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ കറക്റ്റ് റെസ്പോൺസിനെ സ്ഥാപിക്കുക, ഇൻകറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിനെ ഒഴിവാക്കുക. ഇതാണ് ട്രയൽ ആൻഡ് എറർ തിയറി. ഈ ഒരു ട്രയൽ ആൻഡ് എറർ തിയറി സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയൊരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൂച്ചയിലാണ് തൊണ്ടേക്ക് പരീക്ഷണം നടത്തിയിട്ടുള്ളത് അല്ലേ. ക്യാറ്റിൻ്റെ അവസാനം ടി അല്ലേ, അപ്പോൾ ടി ഫോർ തൊണ്ടേക്ക്. ഒരു പൂച്ചയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ടു സപ്പോർട്ട് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ, തൊണ്ടേക്ക് കണ്ടക്ടഡ് ആൻ എക്സ്പെരിമെന്റ് ഇൻ എ ക്യാറ്റ്. ഒരു ക്യാറ്റിലാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ആ ഒരു പരീക്ഷണം ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുക. ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഈ ഒരു ബോക്സിനകത്ത് ആരുണ്ട്? ഒരു പൂച്ചയുണ്ട്. ഈ ബോക്സിൽ ഒരു പൂച്ചയുണ്ട്. ദെൻ ഇവിടെ പുറത്തേക്ക് നോക്കിയേ, ഇവിടെ ഒരു പാത്രം ഇരിക്കുന്നത് ഉണ്ടോ? ഇതിലെന്തിരിക്കുകയാണ്? ഫുഡ് ഇരിക്കുകയാണ്. പൂച്ചയ്ക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡ് ഇരിക്കുകയാണ്. ഒരു മാംസപ്പൊടി അല്ലെങ്കിൽ പാല്, പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള എന്താ ആഹാരമാണ് അത് അവിടെ ഇരിക്കുകയാണ്. പൂച്ച ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇതിലൂടെ പൂച്ചയ്ക്ക് എന്ത് കാണാം? ഭക്ഷണം ഇരിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ പൂച്ചയ്ക്ക് ഇറങ്ങാനുള്ള മാർഗമൊന്നുമില്ല, ഡോർ അടച്ചിരിക്കുകയാണ് അല്ലേ, ഡോർ അടച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഈ ഒരു ലിവർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോറ് തുറക്കും. ഇത് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? ഇങ്ങനെ വയറിലൂടെ കണക്ട് ചെയ്ത് പൂച്ചയുടെ മുൻവശത്ത് കാലിൻ്റെ അടുത്ത് തന്നെ ഒരു ലിവർ വെച്ചിട്ടുണ്ട്. ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു റോപ്പ് ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പോൾ ഇത് മുകളിലേക്ക് വരും, ഈ ഡോറ് ടപ്പനെ ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ പൂച്ചയ്ക്ക് പുറത്തേക്ക് വരാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൂച്ച ഇതിനകത്ത് നിന്നിട്ട് പല കാര്യങ്ങളും ചെയ്യും. ആദ്യം തന്നെ ഇവിടെ ഒന്ന് തട്ടില്ല പൂച്ചയുടെ സ്വഭാവം അനുസരിച്ച് ആദ്യം എന്ത് ചെയ്യും? ഇതിലൂടെ പുറത്തേക്ക് വരാൻ നോക്കും അല്ലേ. നമ്മുടെ വീട്ടിലെ പൂച്ചകളെന്ന് ആലോചിച്ചാൽ മതി.
ഇതിന് ഈ ഹോളിലൂടെയൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനും കൈയിട്ട് വലിക്കാനൊക്കെ നോക്കും. പക്ഷെ അത് നടക്കാതെ വരും. അങ്ങനെ നടക്കാതെ വരുമ്പോൾ പൂച്ച പിന്നെ ശ്രമിക്കുക, നേരെ ഓടി വന്ന് ഈ ഒരു ഡോറ് തട്ടി തുറക്കാൻ പറ്റുമോ എന്ന് നോക്കും. അതും നടക്കാതെ വരുമ്പോൾ പിന്നീട് പൂച്ച ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഇവിടെ വന്നൊന്ന് ചവിട്ടും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു വരും. അപ്പോൾ പൂച്ച പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ, ക്യാറ്റ് ഇവിടെ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു അഴിക്കുള്ളിലൂടെ പുറത്തേക്ക് വരിക, ഡോറ് ചവിട്ടി തുറക്കുക, അല്ലെങ്കിൽ ബോക്സ് തള്ളി നീക്കുക, അങ്ങനെ പല ശ്രമങ്ങൾ നടത്തി ഒടുവിൽ മറ്റൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ലിവർ ഉണ്ടല്ലോ, പൂച്ചയ്ക്ക് അത് ലിവറാണെന്ന് ചിലപ്പോൾ അറിയില്ല, അവിടെ നിന്ന് ചവിട്ടി നോക്കിയാലോ എന്നൊരു ചവിട്ടി നോക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തുറന്നു വരുന്നു. അപ്പോൾ പൂച്ച പല ശ്രമങ്ങളും നടത്തിയതിനു ശേഷം വിജയത്തിലേക്ക് എത്തി, ശരിയായിട്ടുള്ള ഒരു റെസ്പോൺസിലേക്ക് എത്തി. ഓക്കെ അല്ലേ? ഇതാണ് ശ്രമപരാജയ സിദ്ധാന്തം സ്ഥാപിക്കുന്നതിന് വേണ്ടി തൊണ്ടേക്ക് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്. കൃത്യമായിട്ടും ഓർത്തിരിക്കുക, പൂച്ചയിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലോ പതുങ്ങി വരിക. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കുക, പൂച്ചയിൽ നിന്ന് ഉണ്ടാകേണ്ട റെസ്പോൺസ് എന്താ? ഈ ഒരു ലിവറിൽ ചവിട്ടുക എന്നുള്ളതാണ് അല്ലേ. ദെൻ അതിന് പൂച്ചയെ ഒന്ന് ടെംപ്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിമുലസ് ഈ ഫുഡാണ്. ഈ ഫുഡ് കിട്ടുന്നതിന് വേണ്ടിയാണ് പൂച്ച ഈ കാണുന്ന ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൂച്ച അതിൽ നിന്നുണ്ടാകേണ്ട പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്, കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഈ ലിവറിൽ ചവിട്ടുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഇൻകറക്റ്റ് റെസ്പോൺസ് ആണ്. ഓരോ തവണ ഓരോ റെസ്പോൺസ് ചെയ്യുമ്പോൾ, അഥവാ ഡോറിൽ തട്ടുന്നു, അഴിയിലൂടെ വരുന്നു, ഇതെല്ലാം ഇൻകറക്റ്റ് റെസ്പോൺസ് ആണ്. അപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അവസാനം ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇതാണ് കറക്റ്റ് റെസ്പോൺസ് എന്ന് പൂച്ചയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് കറക്റ്റ് റെസ്പോൺസ്. ഈ കറക്റ്റ് റെസ്പോൺസ് CR എന്ന് കൊടുക്കുകയാണ്. കറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. സെറ്റ് അല്ലേ? സോ ഈ ഒരു എക്സ്പെരിമെന്റ് കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതാണ് നമ്മുടെ EL Thorndike. From the above experiments, Thorndike concluded that the following components or elements are involved in the process of ലേണിംഗ്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലേണിംഗ് പ്രക്രിയയിൽ എന്തൊക്കെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള ആ ഒരു പ്രേരണ, അഥവാ ഭക്ഷണം അവിടെ മുന്നിലേക്ക് വരുന്നു, അപ്പോൾ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പ്രേരണ. ദെൻ ഗോൾ, പൂച്ചയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഭക്ഷണം നേടിയെടുക്കണമെന്നൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡ്രൈവ്, ഈ ഒരു റെസ്പോൺസ്, എനിക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ മുന്നിലേക്ക് എത്തണം എന്നൊരു ഡ്രൈവ് വരുന്നുണ്ട്. ഭക്ഷണം കാരണം അവനൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഡ്രൈവ് വരുന്നുണ്ട്. ദെൻ അവൻ്റെ മുന്നിൽ ഒരു ഗോളുണ്ട്, ഭക്ഷണം സ്വന്തമാക്കുക എന്നുള്ളൊരു ഗോളുണ്ട്. ദെൻ ബാരിയേഴ്സ് ഓർ ബ്ലോക്സ് വിച്ച് പ്രിവെന്റ് ദ ഇൻഡിവിജ്വൽ ഫ്രം റീച്ചിങ് ദ ഗോൾ. ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിൽ നിന്നും മനുഷ്യനെ തടയുന്ന ഒരുപാട് തടസ്സങ്ങൾ. അപ്പോൾ പൂച്ചയെ സംബന്ധിച്ച് ഡോർ ഒരു തടസ്സമാണ്, അവൻ്റെ മുന്നിലുള്ള ആ ഒരു അഴികൾ ഒരു തടസ്സമാണ്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഒരു മനുഷ്യൻ്റെ മുന്നിലുണ്ടാവും. അതെല്ലാം തള്ളി നീക്കിയാൽ മാത്രമേ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. സോ റാൻഡം അറ്റംപ്റ്റ്സ് ടു ഓവർകം ദ ബാരിയേഴ്സ്. നമ്മുടെ മുന്നിലുള്ള ആ ഒരു തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ പല ശ്രമങ്ങളും ഒരാൾ നടത്തുന്നു. നമുക്ക് കൃത്യമായിട്ടും അതിൻ്റെ സൊല്യൂഷൻ ഇല്ലെങ്കിൽ പല ശ്രമങ്ങളും നമ്മൾ നടത്തുന്നു. നമ്മുടെ മൊബൈൽ ഫോൺ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചാർജ് കയറുന്നില്ല, നമ്മൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തും? നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യാൻ നോക്കുന്നു, ചാർജർ മാറ്റി കുത്തുന്നു, അഡാപ്റ്റർ മാറ്റി നോക്കുന്നു, USB കേബിൾ മാറ്റി നോക്കുന്നു, അങ്ങനെ പല ശ്രമങ്ങളും നമ്മൾ നടത്താറില്ലേ? ഇതേപോലെ റാൻഡം അറ്റംപ്റ്റ്സ് ടു ഓവർകം ദ ബാരിയേഴ്സ്, നമുക്ക് മുന്നിൽ വരുന്ന തടസ്സം നീക്കം ചെയ്യാൻ പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുന്നു. ദെൻ ചാൻസ് സക്സസ്, അവിടെ അവസാനം വിജയം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പൂച്ച ആ ഒരു ലിവറിൽ തട്ടി ഡോറ് തുറന്നതുപോലെ. സോ സെലക്ഷൻ ഓഫ് ദ കറക്റ്റ് റെസ്പോൺസ്. അപ്പോൾ നമുക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ കറക്റ്റ് റെസ്പോൺസ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അപ്പോൾ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ ചെയ്യണം. സോ ഫിക്സേഷൻ ഓഫ് ദ കറക്റ്റ് റെസ്പോൺസ് ഇൻ ന്യൂറോ മസ്കുലാർ സിസ്റ്റം ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ന്യൂറോ മസ്കുലാർ സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഫിക്സ് ചെയ്യുക. നമ്മുടെ മുന്നിലൊരു ലക്ഷ്യം വന്നാൽ അത് നേടിയെടുക്കാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കറക്റ്റായിട്ടൊരു റെസ്പോൺസ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതാണ് ട്രയൽ ആൻഡ് എറർ തിയറിയിൽ നടക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ശ്രമങ്ങളിലൂടെയാണ്, ഈ ഒരു റാൻഡം അറ്റംപ്റ്റുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് റെസ്പോൺസിലേക്ക് എത്തുന്നത്. കറക്റ്റ് റെസ്പോൺസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് ഫിക്സ് ആകുന്നു. സെറ്റ് അല്ലേ?
സോ മേജർ തിയറി, അപ്പോൾ ഇയൽ തൊണ്ടേക്കിന്റെ പരീക്ഷണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ട്രയൽ ആൻഡ് എറർ തിയറി സ്ഥാപിക്കുന്നതിന് വേണ്ടി പൂച്ചയിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണം നമുക്ക് മനസ്സിലായി. ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളാണ്. മനുഷ്യനൊരു ഡ്രൈവ് ഉണ്ടാകും, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഡ്രൈവ് ഉണ്ടാകും, ദെൻ ഒരു ലക്ഷ്യമുണ്ടാകും, ദെൻ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ മുന്നിലുണ്ടാകും. ആ തടസ്സങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും അവൻ നടത്തും. അപ്പോൾ വിജയിക്കാനുള്ള ഒരു സാധ്യത അവൻ്റെ മുന്നിലുണ്ടാകും. പക്ഷേ വിജയിക്കണമെങ്കിൽ ഒരു കറക്റ്റ് റെസ്പോൺസ് ഉണ്ടാകും. അത് അവൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു തടസ്സങ്ങളെല്ലാം നീക്കി വിജയത്തിലേക്ക് അവൻ എത്തും. ദെൻ വൺസ് ഒരാൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ മുന്നിൽ ഉള്ള ലക്ഷ്യം നേടിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവൻ്റെ ന്യൂറോ മസ്കുലാർ സിസ്റ്റത്തിൽ അങ്ങോട്ട് ഉറയ്ക്കും. ഫിക്സേഷൻ ഓഫ് ദ കറക്റ്റ് റെസ്പോൺസ് ഇൻ ന്യൂറോ മസ്കുലാർ സിസ്റ്റം. സെറ്റ് അല്ലേ? ദെൻ മേജർ തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് വിച്ച് ഫോം ദ ബേസിസ് ഓഫ് തൊണ്ടേക്ക് തിയറി ഓഫ് ലേണിംഗ്. ഇനി തൊണ്ടേക്കിൻ്റെ പഠന സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അഥവാ കൃത്യമായിട്ടും പഠനം നടക്കണമെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് തത്വങ്ങളുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ഒന്ന്, ലേണിംഗ് ഇൻവോൾവ്സ് ട്രയൽ ആൻഡ് എറേഴ്സ് ഓർ സെലക്ഷൻ ആൻഡ് കണക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ സെലക്ഷൻ ആൻഡ് കണക്ഷൻ, നമുക്ക് വിജയം കൊണ്ടുവരാൻ സാധ്യതയുള്ള കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് സെലക്ട് ചെയ്യണം, അതിനെ നമ്മുടെ വിജയവുമായിട്ട് കണക്ട് ചെയ്യണം. ട്രയൽ ആൻഡ് എററിനെ മറ്റൊരു ലാംഗ്വേജിൽ പറയുന്നതാണ് സെലക്ഷൻ ആൻഡ് കറക്ഷൻ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറിയിലൂടെ ഒരാൾ പഠിക്കുന്നു. ദെൻ ലേണിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് കണക്ഷൻസ്. ബന്ധങ്ങൾ ഉണ്ടാക്കുക, നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാൻ കഴിയുന്ന ബന്ധമുണ്ടാക്കിയെടുക്കുക, അതാണ് ലേണിംഗ്. ലേണിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് ഫോർമേഷൻ ഓഫ് കണക്ഷൻസ്. നമ്മുടെ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷനിൽ നിന്നാണ് ലേണിംഗ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ ലേണിംഗ് ഈസ് ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ് നോട്ട് ഇൻസൈറ്റ്ഫുൾ. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ പ്രവർത്തനത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയുള്ളതല്ല? ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി ഉള്ളതല്ല. ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അവലോകനം ചെയ്യുന്നതൊന്നുമല്ല ലേണിംഗ്. ഇദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആണ് കേട്ടോ. ഇദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. ബിഹേവിയറിസ്റ്റുകളുടെ പ്രത്യേകത എന്താ? ബിഹേവിയറിസ്റ്റുകൾ എപ്പോഴും മനുഷ്യൻ്റെ പെരുമാറ്റം, സ്വഭാവത്തിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. എന്തിന് മുൻഗണന നൽകില്ല? ചിന്തകൾക്ക് മുൻഗണന നൽകില്ല. ബിഹേവിയറിസ്റ്റുകൾ ചിന്തകൾക്ക് മുൻതൂക്കം നൽകില്ല. അപ്പോൾ അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നു പഠനം നടക്കുന്നത് പെർഫോമൻസിലൂടെയാണ്, എന്തിലല്ല? ആഴത്തിലുള്ള ചിന്തയിലൂടെ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. പെർഫോമൻസ് മാത്രം പോരാ, ഇൻസൈറ്റും വേണം, അല്ലെ? ഇൻസൈറ്റും ആവശ്യമാണ്. പക്ഷെ അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പെർഫോമൻസിലൂടെ നമ്മൾ ചെയ്താണ് കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കുന്നത്, അല്ലാതെ ആഴത്തിൽ ചിന്തിച്ചല്ല. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആയതുകൊണ്ടാണ്. ബിഹേവിയറിസ്റ്റുകൾ എപ്പോഴും പെരുമാറ്റങ്ങൾക്കേ മുൻഗണന നൽകുകയുള്ളൂ, ചിന്തകൾക്ക് മുൻഗണന നൽകില്ല. നിലവിൽ നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറി അധികം എന്ത് ചെയ്യില്ല, ഫോക്കസ് ചെയ്യില്ല കേട്ടോ. നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ബിഹേവിയറിസ്റ്റ് തിയറി നമ്മൾ ഉപയോഗിക്കില്ല. ദെൻ ലേണിംഗ് ഈസ് ഡയറക്റ്റ് നോട്ട് മീഡിയേറ്റഡ് ബൈ ഐഡിയാസ്. ലേണിംഗ് എന്ന് പറയുന്നത് നേരെ അങ്ങോട്ട് സംഭവിക്കുന്നതാണ്. ലേണിംഗ് നടക്കുന്നതിന് വേണ്ടി അവിടെ ഒരു മാധ്യമങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു ലേണിംഗ് നടക്കണമെങ്കിൽ അവിടെ നമ്മൾ അവനെ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, നേരിട്ട് അവൻ അങ്ങോട്ട് പഠിക്കണം. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റാണ്, നേരിട്ട് സംഭവിക്കുന്നതാണ്. അവിടെ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ബുദ്ധി വർക്ക് ചെയ്യും, മെന്റൽ പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ മെന്റൽ പ്രോസസ്സിന്റെ ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, അല്ലേ? പഠനം അവനെ കൊണ്ട് ആ ഒരു ഫീൽഡിൽ ഇട്ട് കൊടുത്താൽ മതി, പൂച്ച ചെയ്ത് പഠിച്ചതുപോലെ ചെയ്ത് പഠിച്ചോളും. ആശയങ്ങളും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് ചിന്തിപ്പിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട എന്നാണ് തൊണ്ടേക്ക് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ തൊണ്ടേക്കിൻ്റെ തിയറീസ് പഠിച്ചു വെക്കുക. ഇതിൽ അവസാനത്തെ രണ്ടെണ്ണം അദ്ദേഹം ബിഹേവിയറിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കുക. ഈ നാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവസാനത്തെ രണ്ടെണ്ണത്തിൽ ചില സമയത്ത് ഇനി നമ്മൾ അങ്ങോട്ട് വരുന്ന തിയറീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. തൊണ്ടേക്ക് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. തൊണ്ടേക്ക് അങ്ങനെ അല്ല പറഞ്ഞത്, കാരണം അദ്ദേഹം ബിഹേവിയറിസ്റ്റ് ആണ്. ഇൻസൈറ്റിനെയോ ഐഡിയാസിനെയോ ഒന്നും അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറി പ്രകാരം അല്ല പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇൻസൈറ്റും ഐഡിയാസൊക്കെ വളരെ പ്രധാനമാണ്. ഓക്കെ അല്ലേ? ദെൻ ബേസ്ഡ് ഓൺ ദിസ് തിയറി Thorndike put forward the following laws of learning.
ഈ പറയപ്പെട്ട തിയറി പ്രകാരം അദ്ദേഹം പഠനത്തിന് കുറച്ച് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തിയറീസിൽ കുറച്ച് തിയറീസ് തൊണ്ടേക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. ലോ ഓഫ് റെഡിനെസ് നമ്മൾ പറഞ്ഞു, പഠിക്കാൻ തയ്യാറെടുപ്പ്. ലോ ഓഫ് എഫക്റ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുക, വിജയം ഉണ്ടാവുക. ദെൻ ലോ ഓഫ് എക്സസൈസ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുക, യൂസ് ചെയ്യാൻ കഴിയുക. ദ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഓർ വേരിയഡ് റിയാക്ഷൻസ്, അഥവാ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും അല്ലേ. ഒരു സ്റ്റിമുലസിൽ നിന്നും ഒറ്റ റെസ്പോൺസ് അല്ല, പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകും. ദെൻ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, പഠനത്തോടുള്ള നമ്മുടെ മനോഭാവം അല്ലെ. പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കും, നെഗറ്റീവായിട്ടുള്ള മനോഭാവമാണെങ്കിൽ നന്നായിട്ട് പഠിക്കില്ല. ദെൻ ദ ലോ ഓഫ് അനലോഗി അഥവാ ലോ ഓഫ് അസോസിയേഷൻ, കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക. ദെൻ ദ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, ഇങ്ങനെ ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നത് തന്നെയാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്നും പറയുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ലോ ഓഫ് അനലോഗി, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ലോ ഓഫ് അനലോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, എക്ക് ബി ആണെങ്കിൽ സിക്ക് എന്താണ്. ഇപ്പോൾ ഡ്രൈവറിന് കാർ ആണ് എങ്കിൽ ഡോക്ടറിന് എന്താണ്. അഥവാ ഡ്രൈവറിൻ്റെ ജോലി കാർ ഓടിക്കുക, അപ്പോൾ ഡോക്ടറിൻ്റെ ജോലി എന്താ, പേഷ്യൻറ്റിനെ ചികിത്സിക്കുക. അപ്പോൾ ഇതിൻ്റെ അസോസിയേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അസോസിയേഷൻ എങ്ങനെ ആയിരിക്കും, ഇതാണ് അനലോഗി എന്ന് പറയുന്നത്. എക്ക് ബി ആണെങ്കിൽ സിക്ക് എന്താണ് എന്ന് ബന്ധം കണ്ടെത്തുന്നതിനാണ് അനലോഗി. ഇതെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വൈരുദ്ധ്യം നോക്കിക്കൊണ്ട് ബന്ധപ്പെടുത്തുന്നതിനാണ് ദ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പഠനം നടത്തുന്നതിന് വേണ്ടിയുള്ള ചില ലോസ് ആയിട്ട് ആര് പറയുന്നത്, തൊണ്ടേക്ക് പറയുന്നത്. ദെൻ ഇതിൽ ആദ്യത്തെ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രശസ്തമാണ്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. ഇതിന് നമ്മൾ പറയുന്നത് ട്രിലോഗി ഓഫ് ലേണിംഗ് എന്നാണ്. പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട 3 സിദ്ധാന്തങ്ങൾ, നിയമങ്ങൾ, പഠനത്രയങ്ങൾ എന്ന് പറയാറുണ്ട്. പഠനത്രയങ്ങൾ, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. അപ്പോൾ തൊണ്ടേക്ക് മുന്നോട്ട് വെച്ച 3 പഠന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. അപ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇതാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ എടുത്തു പഠിപ്പിക്കുന്നത് ഈ 3 തിയറീസ് ആണ്. സെറ്റ് അല്ലേ? സോ EL തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ പഠിച്ച ഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് MCQs ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ട്രയൽ ആൻഡ് എറർ തിയറി. സോ ഡിയർ ഫ്രണ്ട്സ്, ട്രയൽ ആൻഡ് എറർ തിയറി, ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ലോ ഓഫ് റെഡിനെസ് സജസ്റ്റ് ദാറ്റ് ലേണിംഗ് അക്യൂർസ് ബെസ്റ്റ് വെൻ. ലോ ഓഫ് റെഡിനെസ് പ്രകാരം ഒരു പഠനം കൃത്യമായിട്ട് നടക്കുന്നത് എപ്പോഴാണ്? പഠിക്കാൻ പോകുന്ന ആൾ അതിനുവേണ്ടി തയ്യാറാകുമ്പോഴാണ് അല്ലേ. ടീച്ചർ തയ്യാറായാൽ പോരാ. ദ ലേണർ ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ടു ലേൺ. പഠിക്കാൻ അഥവാ പഠിതാവ്, ലേണർ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആൾ, പഠിതാവ് കൃത്യമായിട്ട് മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ്. ദെൻ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് എഫക്റ്റ്, എ റെസ്പോൺസ് ഫോളോഡ് ബൈ ദ സാറ്റിസ്ഫാക്ഷൻ ഈസ്. ലോ ഓഫ് എഫക്റ്റ് പ്രകാരം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന റെസ്പോൺസ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചെയ്യും അല്ലേ. നമുക്ക് തൃപ്തി തരുന്ന റെസ്പോൺസ് ലൈക്ലി ടു ബി റിപ്പീറ്റഡ്, അത് നമ്മൾ വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദെൻ ദ ലോ ഓഫ് എക്സസൈസ് എംഫസൈസസ്. ലോ ഓഫ് എക്സസൈസ് എന്തിനെയാണ് ഊന്നൽ നൽകുന്നത്? ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് സ്ട്രെങ്തൻസ് ദ ലേണിംഗ്. നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും സ്ട്രെങ്തൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലോ ഓഫ് എക്സസൈസിൽ പറയുന്നത് പ്രാക്ടീസ് സ്ട്രെങ്തൻസ് ലേണിംഗ് എന്നുള്ളതാണ്. ദെൻ ദ ലോ ഓഫ് ഡിസ്യൂസ് ഇൻഡിക്കേറ്റ്സ്. ലോ ഓഫ് ഡിസ്യൂസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യും? കണക്ഷൻ വിട്ടുപോകും. സോ കണക്ഷൻസ് വീക്കൻഡ് വെൻ നോട്ട് യൂസ്ഡ്. ഉപയോഗിക്കാതിരുന്നാൽ കണക്ഷൻ നഷ്ടമാകും. ദെൻ ദ ലോ ഓഫ് ഫ്രീക്വൻസി ഈസ് റിലേറ്റഡ് ടു. ലോ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചെയ്യുക. അപ്പോൾ ദ നമ്പർ ഓഫ് ടൈംസ് എ റെസ്പോൺസ് ഈസ് റിപ്പീറ്റഡ്. എത്ര തവണ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് പഠിക്കുന്നത് കൂടുതൽ ഉറയ്ക്കുമെന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് ഫ്രീക്വൻസി. ദെൻ വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് റീസെന്റ് ലേണിംഗ് ഈസ് ബെറ്റർ റിമെമ്പേർഡ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കാര്യം കൂടുതൽ ഓർമ്മയിരിക്കും എന്ന് പറയുന്നത്
ലോ ഓഫ് റീസൻസി പ്രകാരമാണ് അല്ലെ. റീസെന്റ് നമ്മൾ പറയും റീസൻസി എന്ന് പറയുമ്പോൾ റീസെന്റിൽ നിന്ന് വന്നതാണെന്ന് ഓർക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് പ്രൈമസി പ്രകാരം ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഇംപ്രസീവ് ആയിരിക്കും അല്ലെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആർ ഡീപ്ലി ഇംപ്രസ്ഡ് എന്ന തിയറിയാണ് ലോ ഓഫ് പ്രൈമസി. അപ്പോൾ ആദ്യം വളരെ നന്നായിട്ട് പഠിക്കുക, ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കുമെന്ന് മനസ്സിലാക്കുക. ദെൻ ദ ലോ ഓഫ് പർപ്പസ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഓഫ് പർപ്പസ്. എന്താ പറയുന്നത്? നമുക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കും. അപ്പോൾ ലേണിംഗ് വിത്ത് എ ക്ലിയർ ഗോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ലക്ഷ്യമുണ്ടായിരിക്കുക, കൃത്യമായിട്ടും ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് പഠിക്കും എന്നതാണ്. ദെൻ ലോ ഓഫ് അസോസിയേഷൻ ഇൻക്ലൂഡ്സ്. ലോ ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പരസ്പരം സാദൃശ്യമുള്ള കാര്യങ്ങളും പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ബന്ധപ്പെടുത്തി പഠിക്കും. അപ്പോൾ ലോ ഓഫ് അസോസിയേഷൻ രണ്ട് തരത്തിലുണ്ട്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്തും, വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്തും എന്ന് പറയാം. അടുത്തൊരു ചോദ്യം, ഹു പ്രപ്പോസ്ഡ് ദ ട്രയൽ ആൻഡ് എറർ തിയറി? ട്രയൽ ആൻഡ് എറർ തിയറി നമ്മൾ പറഞ്ഞു ഇ ഫോർ EL ഇനീഷ്യൽ ആണ്, T ഫോർ തോണ്ടേക്ക്. സെറ്റ് അല്ലേ? ഇപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് E ഫോർ എഡ്വേർഡ്, T ഫോർ തോണ്ടേക്ക്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി ഓപ്ഷൻ സി ആണ്. ബാക്കി ആളുകളുടെ പേര് നമ്മളിനി പറയും. ഇനി തോണ്ടേക്ക് എക്സ്പെരിമെന്റ് എവിടെയാണ് നടത്തിയത്? ലേണിംഗ് വാസ് ഒബ്സർവ്ഡ് ഇൻ ക്യാറ്റ് ഇൻ എ പസിൽ ബോക്സ് എന്നാണ് നമ്മൾ ആ പരീക്ഷണത്തിന് പറയുക കേട്ടോ. പസിൽ ബോക്സിലെ പൂച്ച. പസിൽ ബോക്സ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ബോക്സ്. അപ്പോൾ പസിൽ ബോക്സിലെ പൂച്ച അത് ആരുടെ പരീക്ഷണമാണ് എന്ന് ചോദിച്ചാൽ തോണ്ടേക്കിന്റെ പരീക്ഷണമാണ്. സെറ്റ് അല്ലേ? ദെൻ അക്കോർഡിംഗ് ടു തോണ്ടേക്ക് ലേണിംഗ് ഇൻവോൾവ്സ് ഫോമിംഗ് കണക്ഷൻസ് ബിറ്റ്വീൻ. തോണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ പഠനം എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കലാണ്? സ്റ്റിമുലി ആൻഡ് റെസ്പോൺസസ്. ബിഹേവിയറിസ്റ്റുകളെല്ലാം ഈ ഒരു SR ബോണ്ടിങ് ആണ് കേട്ടോ. SR ബോണ്ടിങ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ബിഹേവിയറിസ്റ്റുകളെല്ലാം ഈ ഒരു SR ബോണ്ടിങ്, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് തിയറികൾ പറയാറ്. ദെൻ അടുത്ത ചോദ്യം, ദ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസസ് റെഫേഴ്സ് ടു. നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിജയിക്കുന്നതിന് മുമ്പ് ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തുന്നതിനാണ്. മേക്കിംഗ് സെവറൽ അറ്റംപ്റ്റ്സ് ബിഫോർ സക്സസ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, മൾട്ടിപ്പിൾ റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് സെവറൽ അറ്റംപ്റ്റ്സ് ബിഫോർ സക്സസ്. വിജയിക്കുന്നതിന് മുന്നേ നമ്മൾ പല ശ്രമങ്ങളും നടത്തി നോക്കും. നമ്മൾ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ കണ്ടതാണ്. നമ്മൾ പല ശ്രമങ്ങളും നടത്തി നോക്കും. പിന്നെ അതിലെ കറക്റ്റ് റെസ്പോൺസ് നമ്മൾ അവസാനം പ്രകടിപ്പിക്കും. അത് നമ്മുടെ മനസ്സിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വിജയിക്കുന്നതിന് മുന്നേ പല അറ്റംപ്റ്റുകൾ നടത്തുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസസ്. ദെൻ ദ കോമൺ ആൻഡ് ഡ്രൈവ് ഇൻ തോണ്ടേക്സ് തിയറി റെപ്രസെന്റ്. ഇപ്പോൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പ്രേരണയാണ് ഡ്രൈവ്. മോട്ടിവേഷൻ ടു റീച്ച് എ ഗോൾ. ഇപ്പോൾ തോണ്ടേക്കിന്റെ തിയറിയിൽ ഡ്രൈവ് കൊണ്ടുള്ള ഉദ്ദേശം മോട്ടിവേഷൻ ടു റീച്ച് എ ഗോൾ, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള നമ്മുടെ പ്രേരണയ്ക്കാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി ബാരിയേഴ്സ് ഇൻ തോണ്ടേക്സ് തിയറി റെഫേഴ്സ് ടു. ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഒബ്സ്റ്റക്കിൾസ് പ്രിവെന്റിങ് ഗോൾ അച്ചീവ്മെന്റ്. ലക്ഷ്യം നേടിയെടുക്കാൻ തടസ്സം നിൽക്കുന്ന തടസ്സങ്ങളാണ് ബാരിയേഴ്സ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു ചോദ്യം കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോ പ്രൊപ്പോസ്ഡ് ബൈ തോണ്ടേക്ക്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞാൻ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട 3 തിയറീസ് അഥവാ ട്രിലോഗി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ തോണ്ടേക്ക് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളവിടെ പറഞ്ഞു ലോ ഓഫ് റെഡ്നെസ്, ലോ ഓഫ് എഫക്ട്, ലോ ഓഫ് എക്സസൈസ്. ഇത് തോണ്ടേക്ക് ട്രിലോഗി ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ലോ ഓഫ് അസോസിയേഷൻ ലേണിംഗ് ട്രിലോഗി ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രിലോഗി ഓഫ് ലേണിംഗ് തിയറി ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 3 അദ്ദേഹം പഠനത്തിന്റെ പ്രധാനപ്പെട്ട 3 സിദ്ധാന്തങ്ങളായിട്ട് പറയുന്നത് ലോ ഓഫ് റെഡിനെസ്, എഫക്ട്, എക്സസൈസ് ആണ് കേട്ടോ. അസോസിയേഷൻ പഠനത്തിന്റെ 3 പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് കുറേ തിയറീസ്, നമ്മൾ 4-5 തിയറീസ് അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രിലോഗി എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ. ആ 3 ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ അദ്ദേഹം അസോസിയേറ്റീവ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് റെസ്പോൺസ് ടു എ ന്യൂ സ്റ്റിമുലസ്. നമ്മൾ മുന്നേ ഒരു കാര്യം പഠിച്ചു, ആ പഠിച്ച കാര്യം പുതിയൊരു സാഹചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിങ് റെസ്പോൺസ് ടു എ ന്യൂ സ്റ്റിമുലസ്. ഇപ്പോൾ ഈ ഒരു പൂച്ചയെ, നമ്മൾ നേരത്തെ കണ്ട പൂച്ചയെ മറ്റൊരു ബോക്സിൽ കൊണ്ട് ചെന്നിടുന്നു.
അപ്പോൾ അവന് നേരത്തെ മനസ്സിലാക്കിയതനുസരിച്ച് അവിടെ ഒരു ലിവർ ഉണ്ടെങ്കിൽ ആ ലിവറിൽ തന്നെ അവൻ ആദ്യം തട്ടും. നേരത്തെ ചെയ്തതുപോലെ ഒരുപാട് ശ്രമങ്ങൾ നടത്തില്ല. അപ്പോൾ അവന് പഠിച്ച കാര്യങ്ങൾ ട്രാൻസ്ഫറിങ് റെസ്പോൺസ് ടു എ ന്യൂ സ്റ്റിമുലസ്, ഒരു പുതിയ സാഹചര്യത്തിലും ആ ഒരു റെസ്പോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ലോസ് ഓഫ് ലേണിംഗ്. പഠന സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ദ ലോ ഓഫ് എഫക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് അൺപ്ലസന്റ് ഔട്ട്കംസ് സ്ട്രെങ്തൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. പ്ലസന്റ് ഔട്ട്കംസ് ആണ് നമ്മുടെ ലേണിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് തെറ്റാണ്. ഒന്നുള്ളത് ഉത്തരമായിട്ട് വരാൻ പാടില്ല കേട്ടോ. ഒന്നുള്ളത് എയും ഡി ആണ് വെട്ടിയത്. ബി വെട്ടണ്ട കേട്ടോ, ബി വെട്ടണ്ട. ദെൻ ദ ലോ ഓഫ് റെഡിനെസ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ പ്രിപ്പയർനെസ് ഫോർ ലേണിംഗ്. രണ്ട് ശരിയാണ്. ലോ ഓഫ് റെഡിനെസ് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ ഒരു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആയിരിക്കണം എന്നതിനെയാണ് ലോ ഓഫ് റെഡിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് ശരിയാണ്. അപ്പോൾ രണ്ടില്ലാത്തത് വെട്ടാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലോ ഓഫ് എക്സസൈസ് ഇംപ്ലൈസ് ദാറ്റ് പ്രാക്ടീസ് ഇംപ്രൂവ്സ് റിട്ടൻഷൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൂന്നും ശരിയാണ്. ദ ലോ ഓഫ് ഡിസ്യൂസ് സേസ് ഫ്രീക്വൻലി യൂസ്ഡ് കണക്ഷൻസ് ബിക്കം സ്ട്രോങ്ങർ. ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത് ഒരു കാര്യം ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ മറന്നു പോകും എന്നുള്ള തിയറിയാണ്. എന്തല്ല, ഫ്രീക്വൻലി യൂസ്ഡ് അല്ല, അത് ലോ ഓഫ് ഫ്രീക്വൻസിയാണ്. അത് ലോ ഓഫ് ഫ്രീക്വൻസിയാണ്, എന്തല്ല, ലോ ഓഫ് ഡിസ്യൂസ് അല്ല. അപ്പം നാലാമത്തത് തെറ്റാണ്. 2, 3 മാത്രമാണ് ശരി. then അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് കോണ്ടെക്സ്റ്റ് ട്രയൽ ആൻഡ് എറർ തിയറി. ട്രയൽ ആൻഡ് എറർ തിയറി ആയിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. ലേണിംഗ് ഒക്യൂസ് ഇൻസ്റ്റന്റ്ലി വിത്ത് ഡീപ്പ് ഇൻസൈറ്റ്. ഇൻസൈറ്റിനെ കുറിച്ച് ഇദ്ദേഹം ഒരിക്കലും പറയില്ല. തൊണ്ടേക്ക് ബിഹേവിയറിസ്റ്റ് ആണ്, അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയില്ല. റെസ്പോൺസ് അനുസരിച്ച്, ശ്രമങ്ങൾ അനുസരിച്ചൊക്കെയാണ് ലേണിംഗ് ഉണ്ടാകുന്നത് എന്നേ അദ്ദേഹം പറയുള്ളൂ. അപ്പോൾ ഒന്ന് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ളതല്ല, തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ഉള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡി വെട്ടാം. ദെൻ ലേണിംഗ് ഇൻവോൾവ്സ് റാൻഡം അറ്റംപ്റ്റ്സ് ബൈ സെലക്ഷൻ ഓഫ് കറക്റ്റ് റെസ്പോൺസ്. കറക്റ്റ് റെസ്പോൺസിലേക്ക് എത്തുന്നതിന് വേണ്ടി കുറേ റാൻഡം അറ്റംപ്റ്റുകൾ നടത്തും എന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ രണ്ടുള്ളത് ഉത്തരമായിട്ട് വരില്ല. ദെൻ ദ തിയറി എംഫസൈസ് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ. അതും ശരിയാണ്. ട്രയൽ ആൻഡ് എറർ തിയറിയിൽ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 3 ഉള്ളത് ഉത്തരമായിട്ട് വരില്ല. അതും തെറ്റാണ്. തൊണ്ടേക്ക് പ്രപ്പോസ്ഡ് ലോസ് ലൈക്ക് റെഡിനെസ് എഫക്ട് എക്സസൈസ്. കണ്ടോ, തൊണ്ടേക്കിന്റെ ട്രിലോഗി ഓഫ് ലേണിംഗ് എന്നറിയപ്പെടുന്ന 3 ലോസ് ആണ്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്ട്, എക്സസൈസ്. REE എന്ന് പഠിച്ചു കേട്ടോ. REE. ഓക്കെ അല്ലേ? അപ്പോൾ 1 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ലോ ഓഫ് അസോസിയേഷൻ. ലോ ഓഫ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിങ്കിങ് ഐഡിയാസ് ദാറ്റ് ഒക്കർ ടുഗദർ ഇൻ ടൈം ഓർ കോണ്ടെക്സ്റ്റ്. ഒരേ സമയത്തോ ഒരേ സാഹചര്യത്തിലോ ഉണ്ടായിട്ടുള്ള കാര്യത്തെ ബന്ധപ്പെടുത്തുന്നതിനാണ് ലോ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അല്ലേ നമ്മൾ പറയുന്നത് സിമിലാരിറ്റി ഉള്ളതിന് ബന്ധപ്പെടുത്താം. അപ്പോൾ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടുത്തെ സിമിലാരിറ്റി തന്നെയാണ്. അപ്പോൾ അത് ശരിയാണ്. ദ ലോ ഇൻക്ലൂഡ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സിമിലാരിറ്റി ആൻഡ് കോൺട്രാസ്റ്റ്. ശരിയല്ലേ? പരസ്പരം ഒരേപോലെ നിൽക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം വിരുദ്ധമായി നിൽക്കുന്ന കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്നത് ലോ ഓഫ് അസോസിയേഷൻ ആണ്. ശരിയാണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ BF സ്കിന്നർ ആസ് പാർട്ട് ഓഫ് ഓപ്പറന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തെറ്റാണ്. BF സ്കിന്നർ അല്ല അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് പല സൈക്കോളജിസ്റ്റുകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 തെറ്റാണ്. ദെൻ റിമെമ്പറിങ് വൺ ഐഡിയ ക്യാൻ ട്രിഗർ റിലേറ്റഡ് ഐഡിയാസ് ത്രൂ അസോസിയേഷൻ. നമ്മൾ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ, അത് ശരിയാണ് കേട്ടോ, കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ശരിയാണ്. 1, 2, 4 ശരിയാണ്. 3 മാത്രമാണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1, 2, 4 എന്നിവ കറക്റ്റ് ആണ്. then അടുത്ത ഒരു അസേർഷൻ ആണ്. അസേർഷൻ. ദ ലോ ഓഫ് എഫക്ട് എക്സ്പ്ലെയിൻസ് ദാറ്റ് ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ സാറ്റിസ്ഫൈയിങ് കോൺസിക്വൻസ് ആർ മോർ ലൈക്ലി ടു ബി റിപ്പീറ്റഡ്. കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ് ദ ലോ ഓഫ് എഫക്റ്റിൽ പറയുന്നത്. കറക്റ്റ് അല്ലേ? അസേർഷൻ കറക്റ്റ് ആണ്. റീസണിങ്ങിലേക്ക് വരാം. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ എഡ്വേർഡ് തോണ്ടേക്ക് ആൻഡ് എംഫസൈസ് ദ റോൾ ഓഫ് റിവാർഡ് ഇൻ സ്ട്രെങ്തനിങ് ബിഹേവിയർ. അതും കറക്റ്റാണ്. എഡ്വേർഡ് തോണ്ടേക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ കുട്ടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും.
റിസൾട്ട് കിട്ടാത്ത കാര്യമാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ അസേർഷനും റീസണിങ്ങും കറക്റ്റാണ്. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ട്രയൽ ആൻഡ് എറർ തിയറി, ദെൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലോസ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. പുതിയൊരു ലേണിംഗ് തിയറിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.